ഹലോ നമസ്കാരം. അപ്പം ഇന്ന് നെവിൻ സാബുമോനെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. സാബുമാൻ നാരദനാണ്, അവിടെ ഉള്ളത് ഇവിടെ വന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ അനുമോളും പറയുന്നുണ്ട് കൂടെ, സത്യമാണ്, എനിക്ക് ചില സമയത്തൊക്കെ ഇത് തോന്നാറുണ്ട്, അവിടെ വന്നിട്ട് ഇവിടെ പറയലുണ്ട്, ഞങ്ങളെടുത്ത് വന്ന കാര്യം നിങ്ങളെടുത്ത് പറയലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സാബുമാൻ ഇത് നല്ലോണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെവിൻ അനുമോളെ പറ്റി ഫേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അനീഷേട്ടനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നീ നല്ലോണം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നെവിൻ നന്നായി കൊടുക്കുന്നുണ്ട്, നാരദമുനി എന്നൊക്കെ വിളിച്ചിട്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട് ഇവിടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്, അത് തകർക്കണം എന്ന് സാബുമാനാണ് പറഞ്ഞത് ആദ്യം തന്നെയെന്ന്. സാബുമാൻ അത് സമ്മതിക്കുന്നൊന്നുമില്ല, പക്ഷേ നെവിൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ വിശ്വാസമാകുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നെവിൻ പറയും, നീ എന്ത് വിചാരിച്ച് 2 ദിവസം ഞാൻ മിണ്ടാതിരുന്നപ്പോൾ സന്തോഷമായി ഇരിക്കുകയായിരുന്നില്ലേ, എന്നെ അങ്ങനെ സൈലൻ്റ് ആക്കി ഇരുത്താൻ നോക്കേണ്ടടുത്താന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം പറഞ്ഞു കൊടുക്കും. അപ്പം നൂറേ ആദിലയും കൂടി ഒരു കാര്യം കാണിക്കുന്നുണ്ട്, സാബുമാൻ്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അനുവിനും വിവിനും എന്നോട് പേഴ്സണലായിട്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്. സാബുമാന് ചെറിയൊരു ഡൗൺ ആവലുണ്ട് കേട്ടോ. അതൊക്കെ കൂടി കേട്ടിട്ട് സംഭവം സത്യമാണ്, സാബുമാൻ ശരിക്കും നാരദപ്പണി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാബുമാൻ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, അനുമോളെ നീയല്ലേ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കല് അവിടെ അവരെന്താ പറഞ്ഞത് അക്ബറും നെവിനും ഒക്കെ എന്ന് ചോദിക്കലെന്ന്. അപ്പോൾ അനുമോൾ പറയും, ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പം നെവിൻ പറയും, ഇത് തന്നെയാണ് പണി. അപ്പോഴത്തേക്ക് അക്ബറും കൂടെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബറും പറഞ്ഞു, ഇന്നലെയല്ലേ ഇവമ്പളെ എടുത്ത് പറഞ്ഞതെന്ന്. അപ്പോൾ സാബുമാനെ ഡൗട്ടായി. അപ്പം നൂറ ചോദിക്കുന്നുണ്ട്, അല്ലടാ നീ പറഞ്ഞോ ശരിക്കും സത്യമായിട്ട്. അപ്പോൾ സാബുമാന് ഡൗട്ടായി, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിനോ, തന്നെ പൊട്ടനാട്ടോ ഈ സാബുമാൻ. അപ്പോൾ അക്ബറും പറഞ്ഞ്, ഇനിയിപ്പോൾ നീ ഇപ്പം അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി നിനക്കിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല, അപ്പോൾ സാബുമാൻ നൂറോട് പറയാണ്, ഇപ്പോൾ ഇവന്മാരിപ്പോൾ ഇത്രയും തറപ്പിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക, തന്നെയും മരവാഴിയാട്ടോ ഈ സാബുമാൻ. നെവിൻ നല്ല വിറ്റാക്കുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ എടാ നാരായണ, നീ ഈ ആഴ്ച എന്തായാലും ജയിലിൽ പോയിരിക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നെവിൻ ചോദിക്കുന്നുണ്ട്, അനീഷേട്ടനെ പറ്റിയോ അനുവിനെ പറ്റിയൊക്കെ നീ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ 5 ഗ്രൂപ്പ് തകർക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടോന്ന്. അല്ല, നിങ്ങൾ ഇത്രയും പറയുമ്പോൾ എനിക്കും ഒരു സംശയം കേട്ടോ, ഈ സാബുമാൻ പറയാ കേട്ടോ മണ്ടേ. അപ്പോൾ പട്ടാഗേൾസ് പുതിയ ഇത് തയ്യാറാക്കാൻ പോവാട്ടോ, 3 എണ്ണം കൂടെ. അപ്പോൾ അടുത്ത ലൈവുമായിട്ട് വരാം. ബൈ.